അതില് പരാമർശിക്കുന്ന ഒരു വിഷയമുണ്ട്. ഇപ്പം ആ. റാഗിങ്ങിനെ റാഗിങ്ങിനെ കുറിച്ച്. സംബന്ധിച്ചിട്ട്. അതെ, അതെ. അത് വളരെ ലൈറ്റായിട്ട് അയാളൊരു 4ഓ 5ഓ വരിയിൽ പറഞ്ഞെങ്കിൽ പോലും ആ വരിയുടെ ഇടയിൽ ആ വേദന മുഴുവൻ നിറഞ്ഞു അതെ, നിൽക്കുക. തീർച്ചയായിട്ടും. ഇപ്പോ പിന്നെ വിഷ്ണു പറഞ്ഞാൽ കൂടുതൽ നമുക്കതിനെ കണക്ട് ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഞാനിപ്പോൾ കുന്നംകുളം എന്നുള്ള ദേശത്ത് നമ്മൾ ചെറുപ്പത്തിൽ ബാർബർ ഷോപ്പിൽ പോകുമ്പോൾ ബാർബർ ഷോപ്പിൽ കാണുന്ന മരത്തടിയിലാണെന്ന്. അതെ, അതെ. മരത്തടിയിൽ പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഈ മറ്റേ കൂട്ടുപണിഞ്ഞ് നടക്കുന്ന ഈ വര പരിപാടിയിൽ കിടത്തുക, അതല്ലാന്നുണ്ടെങ്കിൽ കുഷനുള്ള സാധനം, അതിനകത്ത് നമ്മൾ മരത്തിൻ്റെ ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സൗണ്ടും നമ്മൾ കിടക്കണതും പിന്നെ അത് കഴിഞ്ഞിട്ട് കല്ലിട്ട് നമ്മുടെ മുഖത്ത് ഉരയ്ക്കുക, അതാണല്ലോ ഒന്നത്തെ പരിപാടി. അപ്പോൾ ഇന്നലത്തെ മോഡൽ പരിപാടിയല്ല, ഇങ്ങനെ വളഞ്ഞിട്ടൊരു സാധനം വന്നിട്ട് ഒരു അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടിയുണ്ട്. അപ്പൊ അന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ബാർബർമാരുടെ ഒരു ചില മറ്റേ അപ്പം എന്നാ പോയിട്ട് പറ്റല്ലേ, ഇവിടെ നിന്ന് ഇരുന്നോട്ടെ, രാജേട്ടൻ പൊക്കോ, ഒരമണിക്കൂർ നമ്മളേക്ക് വന്ന, ഇങ്ങനത്തെ ഇവരുടെ ചെറുകിട ഭാഷയിലുള്ള പരിപാടി. നമ്മൾ ബേസിക്കലി നമ്മൾ തൃശ്ശൂർ ദേശക്കാരായതുകൊണ്ട് എനിക്ക് എളുപ്പമാണ് ആ പരിപാടി. പിന്നെ രാഘവൻ നമ്മളെ ഭയങ്കരമായിട്ട്, രാഹുൽ ആർ ശർമ്മ എന്നുള്ള മൂപ്പര് ഭയങ്കരമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞങ്ങളൊക്കെ സമീപദേശക്കാരാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ ഇമ്പ്രൂവൈസ് ചെയ്യാനും ഒക്കെ ഭയങ്കര എളുപ്പമുള്ളൊരു പരിപാടിയായിരുന്നു. പിന്നെ അത് ഒരു കെട്ടുവിട്ട് പോവരുത്, പൂർണ്ണമായിട്ടും കൗട്ടെ. അത് ചെറുപ്പം മുതൽ ഒബ്സർവർ ആയിരുന്നു, ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യായിരുന്നു. ഒബ്സർവ് ചെയ്യും. അത് അറിയാതെ എങ്ങനെ എനിക്കത് ശീലമുള്ളതാണ്. നമ്മൾ ആൾക്കാരെ മിമിക് ചെയ്യാനൊക്കെ നമുക്കുള്ളൊരു പരിപാടിക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ശരിക്കും വിജയിച്ചു. അല്ല, നമ്മുടെ ഹെഡ് മാസ്റ്റർ ആണല്ലോ മമ്മൂക്ക. എൻ്റെ ഏറ്റവും വലിയ ഒബ്സർവർ ആണല്ലോ മമ്മൂക്ക. നമുക്ക് ഭയങ്കരമായിട്ട് ഈ സ്ലാങ്ങുകൾ പിടിക്കുന്നതിനും ആൾക്കാരുടെ പരിപാടി. എന്നെ ഒരു ദിവസം എന്തൊരു കുഞ്ഞു പരിപാടി, ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോഴല്ല, ഞാൻ പറഞ്ഞ 8 വർഷം മുമ്പാ, ഞാനിട്ട് നടന്ന് അടുത്തെത്തി കഴിഞ്ഞു, നീണ്ടു വന്നതെന്ന് പറഞ്ഞു വെച്ചാൽ, നീ എന്താ ഈ കൈ ഇങ്ങനെ വീശാത്തെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല അത്. അപ്പോൾ ആ ഒരു 3 സെക്കൻഡൊക്കെ ഉള്ളൂ. അപ്പോഴേക്കും പറഞ്ഞു, അല്ല നമുക്ക് നീ നടന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൈ വീശി. കൈയിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കണക്റ്റായി, എന്തോ പ്രശ്നം മനസ്സിലായി. ഞാൻ കൈ വീശി. നീ ഇങ്ങനെയല്ല അവിടെ നടന്നു വന്നത്, നീ കൈ വീശണം. ആലോചിച്ചു, എൻ്റെ അമ്മോ. പുള്ളിയുടെ ആ ഒരു 3-4 സെക്കൻഡിനകത്ത് പുള്ളി ക്യാപ്ചർ ചെയ്തതേ. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇപ്പോൾ യൂണിറ്റിലെ ആൾക്കാർ, അല്ലെന്നുണ്ടെങ്കിൽ പുള്ളി പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഓരോരോ ചേഷ്ടകൾ പുള്ളി ശ്രദ്ധിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് പുള്ളി ഇത് പലയിടത്തായിട്ട് ഇങ്ങനെ വെതറും. ഇതാണ് അതുകൊണ്ടാണ് അവരൊക്കെ. അല്ല, ഞാനൊരു തംബ്നെയിലിനപ്പുറം ചോദിച്ചോട്ടെ, കടന്നു പോയിട്ടുള്ള വ്യക്തികളിലെ, സിനിമാ ജീവിതത്തിൽ കടന്നുപോയ വ്യക്തികളിൽ ഏറ്റവും പ്രൊഫഷണലി പേഴ്സണലി ഉപകാരപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ഇത്ര കാലം സിനിമയിൽ പിടിച്ചു നിന്നതിന് ഒരു ഫലം ഉണ്ടായെന്ന് തോന്നിയ മൊമെന്റ് ആയിരുന്നു മമ്മൂക്കയുടെ കൂടെ ചിലവഴിച്ച ഏകദേശം ഒരു 100-നടുത്ത് ദിവസങ്ങൾ? അതല്ല വിഷ്ണു, മമ്മൂക്കയുടെ ഒപ്പം വീണ്ടും അല്ലാതെ നമ്മൾ ഒരുപാട് ദിവസം ചെലവിട്ട സിനിമകളുണ്ടല്ലോ. ഉണ്ട അങ്ങനെ സിനിമയാണ്. ഇപ്പൊ ഡാഡി കൂള് മൂപ്പരൊപ്പം തുടങ്ങുമ്പോൾ ഞാൻ ഒരിക്കൽ പോലും ഒരു പ്രൊഡ്യൂസറിന്റെ മകനാന്നും ഞാൻ പറയാനേ അദ്ദേഹത്തിനടുത്ത് പോയിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയോടൊപ്പം നിന്ന് നല്ലൊരു ചിത്രം എടുക്കുന്നത് 2009 ഡാഡിക്കൂളി കഴിഞ്ഞിട്ട് ഞാൻ 2023 മമ്മൂക്കോടൊപ്പം നിന്നിട്ട് നല്ലൊരു സിനിമ എടുക്കണം. ഞാൻ ഒരിക്കലും ഇവരെ രണ്ടുപേരും, ലാൽ സാറിനെ ആയിക്കോട്ടെ മമ്മൂക്കനായിക്കോട്ടെ, നമ്മൾ എല്ലാ പേരും നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ മാറി നിൽക്കുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ മനസ്സിൽ അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ് അവരുടെ. അപ്പോൾ ആ ഒരു ഫോട്ടോ വിഷ്ണു എൻ്റെ ഏത് വേണമെങ്കിലും നോക്കിക്കോളൂ. എൻ്റെ ഫേസ്ബുക്ക് ഒക്കെ നോക്കി മമ്മൂക്കോടൊപ്പമുള്ള ചിത്രങ്ങൾ എൻ്റെ കയ്യിൽ വളരെ ചുരുക്കമാണ്. അപ്പം നമ്മൾ ബേസിക്കലി കണ്ടത് സ്റ്റഡി മെറ്റീരിയലായിട്ട് കണ്ടുകൊണ്ടിരുന്ന വലിയ സാറുമാരെ നമ്മൾ എന്തിനാ അവരൊരു സമയം കളയുന്നത് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരിക്കണത്. എനിക്ക് തോന്നുന്നു ആ കൂടെ എൻ്റെ ഉള്ള കുരുക്ഷേത്രത്തിലൊക്കെ ഞാൻ അവസാന ദിവസങ്ങളൊക്കെ ഞാൻ കറുത്ത് ഒരു നീഗ്രോ എന്ന് വെച്ചാൽ ഭയങ്കര വല്ലാത്ത നിറന്മാരോട്ടൊക്കെ ലാൽസാറിനൊപ്പം ഫോട്ടോ, അതൊന്നും വൃത്തിക്കൊരു ഫോട്ടോ ഇല്ല. വൃത്തിക്കൊരു ഫോട്ടോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ കണ്ണൂർ സ്കോളിലൊക്കെയാണ് എനിക്ക് അതിനുള്ള അവസരം കിട്ടിയത്. ആ 100 ദിവസങ്ങളൊക്കെ ഉപരി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ ജന്മത്തിൽ എന്തെങ്കിലും ഒരു പൂർണ്ണത വന്നു എനിക്ക് തോന്നി സെപ്റ്റംബർ 28, 2023. അതാണ് എനിക്ക് പൂർണ്ണത തോന്നി. കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം, ഒരു കുറേ വർഷത്തെ ഒരു പ്രയത്നത്തിന് എവിടെയെങ്കിലും വന്നൊരു എൻഡിങ് കിട്ടി. എൻ്റെ ഒരു കരിയർ ഗ്രാഫിനേക്കാൾ ഉപരി നമുക്ക് ഇരട്ടി മുതിരെന്ന് പറയുന്നത്, ഇപ്പോൾ മര്യാദയ്ക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, സോഹോ പോലത്തെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഈ മനുഷ്യൻ പറയാണ്, എനിക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് തോന്നുന്നു സിനിമാറ്റോഗ്രാഫിലോട്ട് മാറാം. അപ്പോൾ ഓൾറെഡി MBBS ബിരുദധാരിയായ ഞാൻ പറഞ്ഞു, അല്ല അപ്പം അങ്ങനെ പറഞ്ഞെങ്ങനെ? അപ്പം അമ്മയൊക്കെ പറയുന്നത് നിന്നെ കണ്ടിട്ടാണ് അവൻ വഴിതെറ്റിയത്. അപ്പം അങ്ങനെ വഴിതെറ്റിയ ആൾക്ക് സ്കില്ലുണ്ടെന്നുള്ള ടാലൻ്റ് ഉണ്ടെന്ന് എനിക്കറിയാം.
അങ്ങനെ ഇയാൾ രാജീവ് മേനോൻ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൈൻഡ് സ്ക്രീനിൽ പോയിട്ട് ഇയാൾ 6 മാസം കോഴ്സ് കഴിഞ്ഞ് വീണ്ടും ഇയാൾ മംഗലപാണ്ഡയുടെ ക്യാമറമാൻ ഹിമൻ ദമീജയുടെ അടുത്ത് പോയി. അവിടെ 1 വർഷം കഴിഞ്ഞ് പിന്നെ അവിടെ പുള്ളി ജീവിക്കുന്ന ചുറ്റുപാട് കണ്ട് ഞാൻ പറഞ്ഞു ഉള്ളത് കൊണ്ട് നമുക്ക് നാട്ടിൽ താമസിക്കാമെന്ന് പറഞ്ഞ് പുള്ളി ലോകനാഥ് സാറിൻ്റെ ഒപ്പം കയറ്റി. ലോകനാഥ് സാറിൻ്റെ അവിടെ നിന്ന് പുള്ളി ക്രെയിനിൽ നിന്ന് മറിഞ്ഞടിച്ച് വീണ് പുള്ളിയുടെ കാല് ഇഞ്ചുറി ആയി ഉസ്താദ് ഹോട്ടലിൽ. അങ്ങനെ അവിടെ നിന്ന് റോബിക്ക് മറ്റേ വഴിമുട്ടി. അങ്ങനെ ഞാൻ ജോമോൻ്റെ അടുത്ത് പറയാണ്. അന്നൊന്നും ജോമോൻ ഈ ജോമോനായിട്ടില്ല. അപ്പോൾ ജോമോൻ്റെ അടുത്ത് പറഞ്ഞു ജോമോൻ്റെ ഇപ്പോൾ ആള് ഫുള്ളാണ്. അപ്പം ഞാൻ ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ നാട്ടിൻപുറത്തുകാരൻ്റെ രോഷം ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ജോ പലപ്പോഴും നിങ്ങളൊക്കെ പല ഷോർട്ട് ഫിലിം വിളിക്കുമ്പോൾ നമ്മൾ ചെയ്തെന്നുള്ളത് നമ്മുടെ ഒരു സൗഹൃദം കൊണ്ട്. അപ്പം നമുക്ക് വേറെ ആരും ഇല്ല ചോദിക്കാൻ, കുഴപ്പമില്ല എന്നെന്തോ പറഞ്ഞ് അവിടെ ഫുള്ളായി. അപ്പോൾ ജോ പക്ഷേ ഇവൻ്റെ അന്ന് പഞ്ചാബിൽ പുള്ളി പോയിട്ടുള്ള ഡോക്യുമെൻ്ററീസും കാര്യങ്ങളൊക്കെ ജോമോൻ കണ്ടു. ഞാൻ ഷൈജുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഷൈജു നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ ഷൈജു പറഞ്ഞു എടോ എൻ്റെ ഒപ്പം ഇങ്ങനെ ഞാൻ ജോമോൻ്റെ അടുത്ത് പറഞ്ഞു. ഷൈജു ജോമോൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയില്ല ദൈവം എവിടെയെങ്കിലുമൊക്കെ വഴി തുറന്ന് ജോമോൻ്റെ ഒപ്പം കയറി. പിന്നെ പുള്ളി ഒരു 5 പടം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞുള്ള സെക്കൻഡ് യൂണിറ്റ് ABCD വർക്ക് ചെയ്തു. ABCD അല്ല സോറി ചാർലി. അത് കഴിഞ്ഞ് ഈ മനുഷ്യൻ തന്നെയാണ് മമ്മൂക്ക എന്നുള്ള മനുഷ്യൻ തന്നെയാണ് പുള്ളി ഇൻഡിപെൻഡൻറ്റ് സിനിമാറ്റോഗ്രാഫർ ആക്കുന്നത്. പുതിയ നിയമം ഗ്രേറ്റ് ഫാദർ ചെയ്തു. പിന്നെ പല സ്ക്രിപ്റ്റുകൾ മൂപ്പര് പിടിച്ചില്ല എന്ന് പറഞ്ഞ് മൂപ്പർക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. സ്ക്രിപ്റ്റുകൾ പുള്ളിക്ക് കറക്റ്റായിട്ടുണ്ട് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മൂപ്പര് എന്തെങ്കിലുമൊക്കെ പറ്റില്ല എന്നുള്ള വളരെ സൗമ്യമായിട്ട് പറയും. നമ്മളെപ്പോലെ അല്ല, വളരെ സൗമ്യമായിട്ട് പറയും. അപ്പോൾ അത് കഴിഞ്ഞ് ഇതേ ആൾ തന്നെയാണ് മമ്മൂക്ക എന്നുള്ള മനുഷ്യൻ തന്നെയാണ് നമുക്ക് വീണ്ടും ഇയാൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണ്. അപ്പോൾ 2010 സോഹോ വിട്ട ആൾ ഛായാഗ്രഹകനാകുമ്പോഴേക്കും 6 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവിടുന്ന് വീണ്ടും ഒരു 7 വർഷം കഴിഞ്ഞ് പുള്ളി ഡയറക്ടറാവാൻ. ഇപ്പോൾ 13 വർഷം. നമ്മൾ അരി വറുക്കാൻ തുടങ്ങി 2008, 15 വർഷം. അപ്പോൾ ഇതിൻ്റെ ഒക്കെ മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അച്ഛൻ നമുക്ക് നാട് വിട്ട് കഴിഞ്ഞതിൻ്റെ എത്രയോ വർഷത്തെ ക്ഷീണം കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ കുറേ നാൾ നമ്മുടെ തിയേറ്ററിനനുബന്ധപ്പെട്ട കേസ് ഞാൻ കുറേ കാലം നടത്തി. അങ്ങനെ വരാന്തയിൽ ഇരുന്നിരുന്ന് പോലീസുകാരെയും വക്കീലുമാരെയും അവിടുത്തെ ഭാഷകളും കാര്യങ്ങളൊക്കെ കണ്ട് എനിക്ക് വളരെ പരിചിതമാണ്. ചാവക്കാട് സബ് കോടതിയിൽ എന്നെ പരിചയമില്ലാത്തൊരു സ്റ്റാഫില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഡൽഹി വരെ പോകേണ്ടി വന്നു. സന്തോഷം, അത് കാരണം വെച്ചാൽ കേസ് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് എനിക്കതിനെ സിനിമയാക്കണമെന്നത് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒക്കെ നമ്മൾ പറയില്ല ദൈവം എവിടെയെങ്കിലും ഒരു പിടിവള്ളി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ സക്സസ് എന്ന് പറഞ്ഞൊരു സാധനം. ഓക്കെ, കണ്ണൂർ സ്ക്വാഡിൽ ഒരു അടി, അത് വളരെ സന്തോഷം. അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഓസ്കർ അവാർഡ് നിശ്ചയപ്പെട്ട ഓസ്കർ എന്ന പോലും ഞാൻ ഇത്രയും ഹാപ്പി ആവില്ല. സന്തോഷം. ഒരു മിഡിൽ ക്ലാസ്സുകാരൻ്റെ എല്ലാ അവസ്ഥകളും ദാരിദ്ര്യം, നിയമയുദ്ധം എല്ലാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ചേട്ടാ കോടതിയിലുണ്ട് പോയാലോ എന്ന് പറഞ്ഞു. ഞാൻ അത് കുറച്ച് കോടതി വരാന്തയിൽ ഒരു 2 മണിക്കൂർ ചെലവിട്ട ഒരാൾ ആ മണ്ടത്തരം പറയില്ല, ഉറപ്പാണ്. ഒന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കാൻ പറയില്ല. ഞാൻ ആരും നമ്മളിപ്പോൾ വിഷ്ണു, നമ്മളൊരു സാധാരണ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ സാധാരണ ഒരു മലയാളി ഹോസ്പിറ്റൽ വരാന്തയിലും കോടതി വരാന്തയിലും പോലീസ് സ്റ്റേഷനിൽ കയറാൻ എത്ര പേര് ആഗ്രഹിക്കും? ആഗ്രഹിക്കില്ല. എത്ര പേര് ആഗ്രഹിക്കില്ല. ഇപ്പോൾ പോലീസുകാരിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്, പക്ഷേ എല്ലായിടത്തും നന്മയും തിന്മയുള്ളവരുണ്ട്. ഞാൻ ആനന്ദം ഇറങ്ങിയ സമയത്ത് മാതൃഭൂമിയിൽ ഒരു എഴുത്തഭിമുഖം കൊടുത്തിരുന്നു .com. അപ്പോൾ ആ സമയത്ത് അതിൽ പറഞ്ഞിരുന്നു എൻ്റെ പൊട്ടൻഷ്യൽ ഏറ്റവും അധികം തിരിച്ചറിഞ്ഞത് ഷാഫിക്കയാണ്. പക്ഷെ എനിക്കത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് അദ്ദേഹമായിട്ട് അധികം കൊളാബറേറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ വിട വാങ്ങി, ദൗർഭാഗ്യകരം. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അദ്ദേഹമായിട്ടുള്ള? ഷാഫിക്കയുടെ അടുത്തും എനിക്കുണ്ടായൊരു പ്രശ്നം വെച്ചാൽ ഈ ചോക്ലേറ്റ് എന്നുള്ള പടം ഞാൻ ചെയ്യുമ്പോൾ രാജുവിൻ്റെ ഒരു 3-4 സുഹൃത്തുക്കൾ ഒരാളായിട്ടാണ് സലീമേട്ടൻ, അനൂപ് ചന്ദ്രൻ, ഞാൻ, പിന്നെ ഇപ്പം നമ്മുടെ കണ്ണൻ നായർ, അപ്പം മുറയിലുള്ള കണ്ണൻ നായർ. അപ്പം ചെയ്യുമ്പോഴും ഈ ക്ലോസ് റേഞ്ചൊക്കെ വെക്കുമ്പോൾ എത്ര റിയാക്ട് ചെയ്യണം, എത്ര റിയാക്ട് ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഇത് വരുമ്പോൾ ഇത് ഈ റേഞ്ചാണ്, ഫോർ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ പരിമിതമായിട്ട് നമ്മൾ വൈഡ് റേഞ്ചിൽ കൊടുക്കുന്നതിൻ്റെ അത്ര ഇവിടെ പെർഫോം ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് ആരും പറഞ്ഞു തരുന്നും ഇല്ല. എനിക്ക് മനസ്സിലായി. ചിലപ്പോൾ അവിടെ സമയമില്ലല്ലോ. അവിടെ അന്ന് രാജു എന്ന് പറഞ്ഞ വ്യക്തി സച്ചേട്ടനും സേതുകൊണ്ടും ആദ്യമായിട്ട് അവരൊരുമിക്കുന്നു. അവർക്ക് അന്ന് ഈ ഹൈപ്പില്ല, എന്നാൽ പോലും അവരുടെ ഒരു സ്ക്രിപ്റ്റ് എല്ലാം വലിയ ആർട്ടിസ്റ്റുകളല്ലേ. ജയേട്ടനുണ്ട്, സമൃദ്ധ സുനിലുണ്ട്, രമ്യ നമ്പീഷനുണ്ട്. അങ്ങനെ വലിയൊരു ഗ്രൂപ്പിനിടയിൽ ഒരാൾക്ക് മാത്രമായിട്ട് അരിവർക്കി കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ.